ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ കുറഞ്ഞ തണുപ്പായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. തണുപ്പ് നല്ല രസമാണ് രാവിലെ എണീക്കാനൊക്കെ. എന്നാലും നച്ചുനൊക്കെ ഇപ്പോൾ സുഖമില്ലാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ ആയിട്ട് എന്നെ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നോക്കും നടക്കാം പുറത്ത് പോകാറുണ്ട്. പിന്നെ ആയിട്ട് പുറത്തിറങ്ങിയപ്പോൾ തണുപ്പൊക്കെ കൊണ്ടുപോയിട്ട് പറ്റിച്ചു. എന്നിട്ട് പറഞ്ഞു പോകണ്ട, നല്ല തണുപ്പാണ് എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ടെറസിലേക്ക് വന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരമൊക്കെ കുറച്ചൊന്ന് നടക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്കാണെങ്കിൽ നടക്കാൻ നല്ല മടിയുമാണ്. എനിക്ക് നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കാലുവേദനയൊക്കെ വരും. അങ്ങനെ ഏട്ടനെല്ലാം കൂടെ എന്നെ നിർബന്ധിച്ച് ടെറസിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഞാനാണെങ്കിൽ നമുക്ക് പുറത്ത് പോവാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തേക്ക് പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ പുറത്തേക്ക് ഞാൻ തണുപ്പ് കാരണം അതിരൂക്ഷമായ തണുപ്പ് കണ്ടു അങ്ങനെ കുറച്ച് സമയത്ത് നടത്തു കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഈ ഡ്രസ്സൊക്കെ മാറ്റിയത്. അപ്പോൾ നച്ചു നല്ല ഉറക്കമാണ് കേട്ടോ. ഒന്ന് സ്കൂളിൽ പോകാണ്ട്, ഏട്ടനെ ഡ്യൂട്ടിക്ക് പോകാണ്ട്. അപ്പോഴത്തേക്ക് ചായയൊക്കെ ആക്കാണ്ട് കേട്ടോ. മഞ്ഞാണ് ഫുള്ള്, ജനലുമലൊക്കെ ഇങ്ങനെ മഞ്ഞ് വെള്ളം ഇങ്ങനെ നിൽക്കണുണ്ടായിരുന്നേ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെയാണ് 2 മാസം കൂടെ കേട്ടോ ഞങ്ങളുള്ളൂ. ഞങ്ങൾ മാർച്ച് 15-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോവും. പോസ്റ്റിംഗ് വന്നിട്ടില്ല, ഫെബ്രുവരി പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. പക്ഷേങ്കിൽ എന്തായാലും മാർച്ച് 15 ആകുമ്പോഴത്തേക്ക് ഇവിടെ കോട്ടേഴ്സ് കാലിയാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നച്ചു എണീറ്റിട്ടുണ്ട്. നച്ചുവിനൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടായിട്ട് ആളെ കൂടെ കളിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രഗ്നൻസി സമയത്ത് ഷുഗർ, കഴിഞ്ഞ പ്രാവശ്യം ഷുഗർ ഉണ്ടായിരുന്നേ. ഇപ്രാവശ്യം ഷുഗർ നോർമലാണ്. പക്ഷേങ്കിൽ ഞാൻ രാവിലെ ഇങ്ങനെ നമ്മുടെ അരി ഭക്ഷണം അങ്ങനെയൊന്നും കഴിക്കാറില്ല. ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ രാവിലെ അധികവും ഇങ്ങനെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റവേൻ്റെ ഒക്കെ ആക്കാറ്. അപ്പം ഇന്ന് ചപ്പാത്തി ആക്കാൻ വിചാരിച്ചു. ചപ്പാത്തിയും തക്കാളിക്കറി ആക്കാൻ വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചപ്പാത്തി ആക്കണം. നച്ചുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്കണം. ഒക്കെ ചപ്പാത്തിൻ്റെ അകത്ത് ഇങ്ങനെ സോസ് ഇങ്ങനെ ആക്കി കൊടുത്താൽ അവൾ അത് കഴിച്ചോളും. അങ്ങനെ ഞാൻ ചപ്പാത്തിൻ്റെ അകത്ത് സോസ് ആക്കി കൊടുക്കാൻ വിചാരിച്ചു. ഞങ്ങൾക്ക് ചപ്പാത്തിയും തക്കാളിക്കറി ആക്കാൻ വിചാരിച്ചു. ഈ ഒരു കാസറോൾ ഉണ്ടല്ലോ, ഇവിടെ മറ്റേതില്ലായിരുന്നോ നവരാത്രീൻ്റെ സമയത്ത്, അന്ന് ഇവിടെ ഇങ്ങനെ ഒരു 9 ദിവസം ഗർഭം ഉണ്ടായിരുന്നേ. ആ ഒരു സമയത്ത് ഞങ്ങൾ താഴത്തെ ഗർഭേൻ്റെ അവിടെ ഒരു പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പോകാത്തതിനെ കൊണ്ടല്ല, എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് അവർ ഇങ്ങനെ കേസറോള് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയ കേസറോളാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ചൂടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ചപ്പാത്തി ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര കിതപ്പ് വരും. എന്താണെന്നറിയില്ല. നടക്കുമ്പോൾ ഞാൻ അധികം നടക്കലൊന്നുമില്ല. അതാണോ എന്നറിയില്ല. അപ്പം കുറച്ച് നേരം ഇങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ, അപ്പോൾ എനിക്കിങ്ങനെ കിതയ്ക്കാൻ തുടങ്ങും. ആദ്യം ഉണ്ടല്ലോ ചപ്പാത്തി ചൂടാൻ പോയിട്ട് അത് കുഴച്ചെടുക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നേ. ഇപ്പം ഞാനല്ലേ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ, അത്രയും സമയം വേണ്ടി വരില്ല. ചപ്പാത്തി കുഴച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. ഇവിടുത്തെ ഉള്ളൊരു ചപ്പാത്തി പോലും ഒന്നും ആവില്ല. എന്നാലും നല്ല രസമാണ് കേട്ടോ. ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുക. കുഴയ്ക്കുമ്പം തന്നെ നെയ്യും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും, പിന്നെ ഒഴിക്കത്തില്ല. അങ്ങനെ ചപ്പാത്തി പണി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ദിവസവും വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. കുറച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ക്ഷീണമാവും. പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. മറ്റേ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസും കാര്യങ്ങളും അതൊക്കെ ചെയ്യാനുണ്ടാവും. പിന്നെ ഞാൻ കുറേ സമയം കിടക്കും. നച്ചുവിന് സ്കൂളിൽ നിന്ന് കുറേ ഹോംവർക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ ചപ്പാത്തി ഒരുവിധമായിട്ടുണ്ട്. പിന്നെ തക്കാളിക്കറിക്ക് വേണ്ടിയിട്ട് തക്കാളി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങേൻ്റെ പൈസ ഒന്നും ഇവിടെ കുറഞ്ഞിട്ടില്ല കേട്ടോ. അമ്മയെ 18-ാം തീയതി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ വെച്ചിട്ടുള്ളൊരു കറിയൊക്കെ ഉണ്ടാക്കി. പുളി ഒഴിച്ചിട്ടുള്ള കറിയായിട്ടാണ് ഭയങ്കര ഇഷ്ടം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിലേക്ക് ഉള്ളിയും പിന്നെ കടുകൊക്കെ ഇട്ടിട്ടൊന്ന് വറവൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഏട്ടൻ നച്ചുവിനെ സ്കൂളാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കുറച്ച് നല്ല തിരക്കാണ് ഇപ്പോൾ. അപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് തീർക്കാനും പറ്റില്ലല്ലോ.
അങ്ങനെ ഞാൻ ടെറസിലേക്ക് വന്നതാണ് കേട്ടോ. ഏട്ടനും ചായയും കുടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നിങ്ങൾ താഴെ എത്തിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കണേന്ന്. ഞാൻ ഏട്ടൻ നോക്കുന്നുണ്ടോ നോക്കിയത്. പക്ഷേ ഏട്ടനോട് ഇവിടുന്ന് ഞാൻ പറഞ്ഞ താഴെത്തപ്പോഴത്തേക്ക് അവരെയൊക്കെ കണ്ടപ്പോൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെതാ എല്ലാവരും ഡ്യൂട്ടിക്ക് പോകാനായിട്ട് സെറ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബസ് വരണം കേട്ടോ, ഒരു വലിയ ബസ് വരും. പിന്നെ അതിലേക്ക് കയറി പോകും. അങ്ങനെ ഏട്ടൻ ഓഫീസ് ഡ്യൂട്ടി ആയതിനെക്കൊണ്ട് ഏട്ടനെ യൂണിഫോം അവിടെ വെച്ചതാണ്. അപ്പം രാവിലെ തൊട്ട് ഉച്ചവരെ യൂണിഫോം ഇടും. പിന്നെ ഈ ഒരു വെള്ള ബനിയനും യൂണിഫോമിൻ്റെ പാൻറ്റുമായിട്ട്. അങ്ങനെ ഏട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. ബസ്സിന് വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് നേരത്തെ. ഇവിടുന്നല്ലേ രാവിലെ ചടപടി നനച്ചുവിനെ സ്കൂളിൽ കൊണ്ടുവച്ചാക്കണം. പിന്നെ എന്നിട്ട് ചായ കുടിക്കണം, പിന്നെ യൂണിഫോം അയൺ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളെല്ലാം കൊണ്ട് ഏട്ടൻ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് പോവുക. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ. ബസ് ഇതാ വന്നിട്ടുണ്ട്. തിരിഞ്ഞു നോക്കാൻ പറ്റുന്നുണ്ട്, നോക്കാണ്ട് പോയി കളിഞ്ഞ്. പിന്നെ ബസ്സിലെത്തിയപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വാട്സാപ്പിൽ അയച്ചു കൊടുത്തപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, അയ്യോ എന്നോട് അങ്ങോട്ടൊന്ന് പോയി തിരിഞ്ഞ് നോക്കാൻ. അങ്ങനെ ഇപ്പോൾ എനിക്കില്ലേ പെട്ടെന്ന് ചോറൊന്നും കുറേ സമയം ഇങ്ങനെ നിന്നിട്ട് ചോറൊന്നും ആക്കാൻ കഴിയാത്തത് കൊണ്ട് ഏട്ടനിപ്പോൾ അവിടുത്തെ മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കാറ്. അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ചോറൊന്നും കൊടുക്കാണ്ടാകത്തില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറുണ്ടാക്കും. അത് ഞാനിപ്പോൾ ഒരു 12 മണിക്ക് ആകുമ്പോഴത്തേക്കാണ് ചോറൊക്കെ ഉണ്ടാക്കാൻ. അച്ഛനൊക്കെ വിളിച്ച് വന്നിട്ട് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. പുറത്ത് പോകാമെന്ന് പോയില്ല. പിന്നെ ഒത്തിരി പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെന്താ, എനിക്കിപ്പം 7 മാസം തുടങ്ങിയിട്ട് ജനുവരി 1 ഒക്കെ ആകുമ്പോഴത്തേക്ക് 7 മാസം പൂർത്തിയാവും. പിന്നെ ഒരു ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഡെലിവറി ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞത്. പിന്നെ മുന്നത്തേത് എനിക്ക് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ ഇതും അതായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ മാർച്ച് 15 വരെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉള്ളൂ. ഹോസ്പിറ്റലിൽ ഫീസൊന്നും കൊടുക്കാതെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫീസോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അപ്പോഴത്തേക്കൊക്കെ ഡെലിവറി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഒരു സ്റ്റിച്ചൊക്കെ ഒന്ന് സെറ്റാകുന്നവരെ ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകും. പിന്നെ അടുത്ത പോസ്റ്റിങ്, അടുത്ത ക്വാർട്ടേഴ്സൊക്കെ ആകുമ്പം പോകണമെന്ന് വിചാരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ അപ്പം 18-ാം തീയതി വരും. അമ്മയും അച്ഛനും വരും. അച്ഛന് അങ്ങ് പോവും, അമ്മ ഇവിടെ നിൽക്കും. അച്ഛന് പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകണം. നാട്ടിൽ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് അമ്മേനെ ഇവിടെ ആക്കിയിട്ട് പോകും. പിന്നെ എൻ്റെ ഡെലിവറീൻ്റെ സമയത്ത് അച്ഛൻ വരും. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നാട്ടിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് ഇപ്പം തിരിച്ച് പോകുമ്പം കൊടുക്കണം. നാളെ അച്ഛനും അമ്മയും വന്നപ്പോൾ അന്നേരം ഞാൻ അവരുടെ കയ്യിൽ കുറേ ഡ്രസ്സൊക്കെ ഒന്ന് കൊടുത്തു വിട്ടു. ഇനിയിപ്പം കുറച്ചും കൂടെ ഉണ്ട്, എനിക്ക് പ്രൊമോഷൻ കിട്ടുന്ന ഇതൊക്കെ ഉണ്ട്, അതൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തു വിടണം. അങ്ങനെ സാധനങ്ങളൊക്കെ. പിന്നെ അങ്ങനെയാണ്. ഇപ്പം നച്ചുനെ വിളിക്കാൻ പോകണം. ഒരു 11:30 ആകുമ്പം 11:25 ഞാനില്ലേ ആദ്യമൊക്കെ നേരത്തെ പോയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടും കുറേ സമയം ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ ക്ലാസ് കഴിയാറാകുമ്പോൾ പോയിട്ട് വിളിക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഉള്ളൊരു വിധം പണിയൊക്കെ തീർത്ത് വയ്ക്കും. അടുക്കള വൃത്തിയാക്കാനാണ് കുറച്ച് പാട്, ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെ അലക്കാൻ ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതിലിട്ടിട്ട് അലക്കും. പിന്നെ ഈ തൂത്ത് വരാൻ വേണ്ടിയിട്ടില്ലേ, ഇവിടെ ഇപ്പം ലേഡീസാണ് കേട്ടോ വേസ്റ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരൽ. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ തൂത്ത് വാരിയൊക്കെ തരും. അങ്ങനെ എല്ലാം കൂടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഈ ഒരു പാത്രം കഴുകുന്ന സിങ്കിൻ്റെ അവിടുത്തെ ടൈലിലൊക്കെ ഇല്ലേ, ഇടയ്ക്ക് പാത്രം കഴുകുമ്പോൾ ഓരോന്നിങ്ങനെ തെറിച്ചിട്ട് അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനിയിപ്പം നച്ചുവിനെ വിളിച്ച് വന്നിട്ട് വേണം കുറച്ച് ചോറ് വയ്ക്കാൻ. ചോറിന് കറി, ഇന്നലത്തെ കറി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, ബാക്കി കറി. അപ്പോൾ അത് ചൂടാക്കണം. പിന്നെ ഒരു ഉപ്പേരി വയ്ക്കണം. പിന്നെ താഴേന്ന് മോര് വാങ്ങിക്കാൻ കിട്ടും, ആ ഒരു മോരും. അപ്പം ഞങ്ങളുടെ ഉച്ചക്കത്തൊക്കെയുള്ള സംഭവമാണ്. പിന്നെ രാത്രി ഏട്ടൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആക്കണം. ഇന്നാണെങ്കിൽ ഏട്ടൻ കുറച്ച് ലേറ്റായിട്ടാണ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ കുപ്പികളും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇട്ടേച്ചിട്ട് അങ്ങ് പോകുന്നേരം ഇതൊന്നും പെറുക്കി കെട്ടി പോകാൻ വയ്യ. വലിയ നല്ല പാത്രങ്ങളൊക്കെ അങ്ങ് എടുക്കാൻ വിചാരിക്കുന്നു. ചെറുതായിട്ടുള്ളതൊക്കെ ഇവിടെ ഇട്ടേച്ചിട്ട് അങ്ങ് പോകാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ സൗന്ദര്യൻ്റെയും അതേപോലെ ഹേമേൻ്റെയൊക്കെ ക്വാർട്ടേഴ്സൊക്കെ മാറി. ഇപ്പം ഇവിടെ എല്ലാം തിരിഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ ക്വാർട്ടേഴ്സിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ട് അവരുടെ 2 പേരുടെയും ക്വാർട്ടേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം വേറൊരാളെ ക്വാർട്ടേഴ്സ് ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് അവർ വീട്ടിലേക്ക് പോയി. അപ്പം ഒരുവിധം ഇവിടെയൊക്കെ വൃത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ചോറ് വയ്ക്കണം, പിന്നെ കുറച്ച് അലക്കാനുള്ളത് വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് ഇടണം, പിന്നെ കുളിക്കണം. വൈകുന്നേരം ആയാലും ഞാൻ താഴെ ഗാർഡനിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകും. നടക്കാൻ വേണ്ടി പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സമയം അവിടെ ഇരിക്കും. ഇപ്പം തണുപ്പായതിനെ കൊണ്ട് എല്ലാ കമ്പിളിയൊക്കെ പുറത്തെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. ഇവിടുത്തെ ചുവരൊക്കെ ഞാൻ നല്ല രീതിക്ക് തന്നെ വൃത്തിയേടാക്കി ഇട്ടിട്ടുണ്ട്. പോകുന്നേരം ഇതൊക്കെ പെയിൻ്റ് അടിച്ച് കൊടുക്കണോ എന്തോ അറിയത്തില്ല. പിന്നെ ഞാനൊരു പ്രഗ്നൻസി പില്ലോ വാങ്ങിയിട്ടുണ്ടായിരുന്നേ, അത് വെച്ചിട്ടാണ് രാത്രി കിടക്കുമ്പം ചില ടൈമിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലാകുമ്പം കുറച്ച് നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നച്ചുനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഞാൻ പതുക്കെ നടന്ന് അങ്ങനെ പോവുകയാണ്. ഞാൻ ആടെ എത്തുമ്പോഴത്തേക്ക് ടീച്ചർ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് അവളിങ്ങനെ വിടുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം എനിക്ക് പോകാൻ പറ്റിയിട്ട് ഞാൻ സാക്ഷീനെ വിട്ടതായിരുന്നേ. സാക്ഷീനെ വിട്ടപ്പോൾ അവർ സാക്ഷീൻ്റെ കൂടെ വിടുന്നുണ്ടായിരുന്നില്ല. ടീച്ചർ ഓഫീസിൽ പോയിട്ട് എന്നെ ഫോൺ വിളിച്ച് ഇതാരാണ് ഇവരെ കൂടെ വിടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് സാക്ഷീൻ്റെ കൂടെ നച്ചുനെ വിട്ടത്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ എനിക്ക് തീരെ പോകാൻ പറ്റാണ്ടാവും. അപ്പം അമ്മ പോകണം. അപ്പം അമ്മ പോകുന്നതിന് മുമ്പ് അവിടെ സ്കൂളിൽ പോയിട്ട് നമ്മൾ പറയണം ഇന്ന ആളാണ് വിളിക്കാൻ വരിക, അല്ലാണ്ട് അവരൊരു കണക്കിലും കൂടെ വിടത്തില്ല. അങ്ങനെ എന്താ താഴെ എത്തിയിട്ടുണ്ട്. ലിഫ്റ്റിന് കുറേ ദിവസം മുന്നേ ഫുള്ള് ഇതായിരുന്നു, ലിഫ്റ്റ് വർക്കാവുന്നില്ലായിരുന്നു. ഇപ്പം എല്ലാം കൂടെ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ലിഫ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരാനുള്ളൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ഇതാ പുറത്തൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പം സമയം 11:30 ആയിട്ടുണ്ട്. 11:30 ആയിട്ടും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. രാത്രി ഒന്നും ഇപ്പം പുറത്തൊന്നും പോകാറേ ഇല്ല. മറ്റെപ്പോഴും ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. ഇപ്പോൾ എവിടെയും പോകാറില്ല. പിന്നെ സാക്ഷീൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കാറുണ്ട്. അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു സഹായം. കാരണം അവർ ഞങ്ങളെ ബൈക്കാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് ഞങ്ങളോട് ഇത് എടുത്തോന്ന് പറയും. എന്നിട്ട് അതിലാണ് ഹോസ്പിറ്റലൊക്കെ കാണിക്കാൻ വേണ്ടി പോവുക, അവരെ കാറ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഇതാ നച്ചുവിനെ വിളിച്ച് വന്നിട്ടുണ്ട്. വരുമ്പോൾ 2 പാക്കറ്റ് ചാച്ച്, അതായത് നമ്മളെ മോരിന് ഇവിടെ ചാച്ച് എന്നിട്ടോ പറയുക, മോരും പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നെക്കൊണ്ട് കവർ അവൾ പിടിപ്പിക്കുന്നില്ല. അമ്മേൻ്റെ കുമ്പയിൽ കുഞ്ഞുവാവില്ലേ, അതുകൊണ്ട് ഞാൻ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ഈ ഒരു കവറൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഫുള്ളോ? അമ്മയ്ക്ക് തരുമോ? കൈവേദനയാ?